നമസ്കാരം, എൻ്റെ പേര് ഹേമ മാത്യു. ഞാൻ ആൻസ് ബ്യൂട്ടി പാർലർ നടത്തുന്നു ചങ്ങൻകുളങ്ങര. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇപ്പം കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റമിൻ സി ഫേഷ്യലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും എല്ലാ സ്കിൻകാർക്കും ഇത് ചെയ്യാമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൺബേൺ റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഫേഷ്യലാണ് വൈറ്റമിൻ സി. ഇനി നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും ഈ ഫേഷ്യൽ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സൺബേണും മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫേഷ്യലാണ് വൈറ്റമിൻ സി. നമ്മൾ ആദ്യമായിട്ടൊരു ക്ലെൻസർ എടുത്ത് അത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. ഇത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ജെല്ലാണ്. ഇത് നമ്മുടെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കൈ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് വേണം ചെയ്യാൻ. ഡെഡ് സെൽസ് റിമൂവ് ആവാൻ നല്ലതുപോലെ റിമൂവ് ആകാൻ നല്ലതാണ്. കണ്ണിൻ്റെ ഭാഗത്തുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബിങ് കഴിഞ്ഞു. ഇനി നമ്മൾ വൈറ്റമിൻ സിയുടെ കോൺസെൻട്രേറ്റ് ആണ് ഇടാൻ പോകുന്നത്. അതൊരു 10 മിനിറ്റ് നേരം ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് ഈ വൈറ്റമിൻ സിയുടെ കോൺസെൻട്രേറ്റ് ഒരു 10 മിനിറ്റ് നേരം അപ്ലൈ ചെയ്തിരിക്കണം. ഇത് സ്കിന്നിനകത്ത് നല്ലപോലെ അബ്സോർവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് 10 മിനിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മസാജ് 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മസാജിങ് തുടങ്ങാം. അതെങ്ങനെയാണെന്ന് നോക്കാം. മസാജിങ് മിനിമം 10 മിനിറ്റ് വേണം. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഫേഷ്യൽ കഴിഞ്ഞിട്ട് ഒരു സൺ പ്രൊട്ടക്ഷൻ ഇട്ട് നടക്കുന്നത് നന്നായിരിക്കും. 21 ദിവസം കൂടുമ്പോഴാണ് ഈ ഫേഷ്യൽ ചെയ്യേണ്ടത്. ഏകദേശം 10 മിനിറ്റുള്ള ഈ മസാജിങ് ഉണ്ട്. മസാജിങ് ഇപ്പോൾ തീർന്ന് ഫിനിഷ് ചെയ്യുവാണ്. മസാജിങ് കഴിഞ്ഞ് ഇനി നമ്മൾ കൂൾ കംപ്രഷൻ കൊടുക്കുവാൻ പോവാണ്. കാരണം നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നല്ലതുപോലെ ഐസ് കൊടുക്കുക. ഇത് ഒരു 5 മിനിറ്റ് മാത്രം മതി. കൂൾ കംപ്രഷൻ്റെ ആവശ്യകത 5 മിനിറ്റ് മതി. ഇതിപ്പം 5 മിനിറ്റ് കൂൾ കംപ്രഷൻ കൊടുത്ത് ഇത് റിമൂവ് ചെയ്ത് ഇനി നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് എടുക്കാൻ പറ്റില്ല. വൈറ്റ് ഹെഡ്സ് നല്ലതുപോലെ റിമൂവ് ചെയ്യണം. അപ്പം നമ്മൾ കൂൾ കംപ്രഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ പാക്ക് ഇടാണ്. നമ്മൾ ഈ പാക്ക് ഇടുമ്പം സാധാരണ പാക്ക് ഇടുമ്പോൾ നമ്മൾ കണ്ണിനകത്ത് ഇടാറില്ല. പക്ഷേ ഇത് കണ്ണൂടി കവർ ചെയ്തിട്ടുള്ളൊരു പാക്കാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്.
ഓക്കെ, നമ്മളിപ്പം ഈ പാക്ക് ഇടുവാണ്. സാധാരണ പാക്ക് നമ്മൾ ഈ കണ്ണിൽ കവർ ചെയ്യാറില്ല, പക്ഷേ ഈ പാക്ക് കണ്ണും കൂടെ കവർ ചെയ്ത് വേണം ഇടാൻ. ഏകദേശം ഇത് ഉണങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ. ഇനി നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പാക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്, വൈറ്റമിൻ സിയുടെ സിറം. ഇത് നമ്മൾ ക്ലയൻറ്റിന് കൊടുത്തു വിടുകയാണ്. ഇത് ഏകദേശം 2 ആഴ്ചയോളം യൂസ് ചെയ്യാനുണ്ട്. ഈ കളർ ഇതുപോലെ നിലനിൽക്കാനും കളർ വർദ്ധിക്കാനും വേണ്ടിയിട്ട്, സൺബാണെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൈറ്റമിൻ സി സിറം ഡെയിലി യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് ക്ലയൻറ്റിൻ്റെ കൊടുത്തു വിടുകയാണ്. സൺബേൺ മാറാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സി ഫേഷ്യൽ പൂർത്തിയായി. ഇത് 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യണം. അതായത് നമ്മുടെ ഈ സിറം കൊടുത്തിരിക്കുന്ന ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് ചെയ്യേണ്ടതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൺബേണും മാറിയിരിക്കും.